വയനാട്ടിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ താമസത്തിനൊരുങ്ങുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. ഈ മാസം 27-ന് 51 കുടുംബങ്ങൾ തൃക്കൈപ്പറ്റയിലെ വീടുകളിൽ താമസം തുടങ്ങും. എല്ലാവർക്കും സൗകര്യമുള്ള ദിവസം പരിഗണിച്ചതുകൊണ്ടാണ് കയറിത്താമസം വൈകിയത് എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ 51 വീടുകളിൽ ദുരന്തബാധിതർ താമസം തുടങ്ങാനൊരുങ്ങുകയാണ്. അവർ അനുഭവിച്ച യാതനകൾ, അവർ പങ്കുവെച്ച വേദനകൾ ഇനി ഒരുമിച്ച് അവർ സന്തോഷത്തിൻ്റെ നാളുകൾ ചെലവഴിക്കാൻ പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയത്. 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിൽ പണിത വീടുകളിലേക്കുള്ള ഫർണിച്ചറുകളും മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട്. ആദ്യഘട്ട വീടുകളുടെ ഉദ്ഘാടന ചടങ്ങ് നടന്ന ദിവസം തന്നെ താക്കോലുകൾ ലഭിച്ചിരുന്നുവെങ്കിലും എല്ലാവർക്കും സൗകര്യപ്പെടുന്ന സമയം നോക്കിയത് കൊണ്ടാണ് കയറി താമസം വൈകിയതെന്ന് ദുരന്തബാധിതർ. എല്ലാവരും ഇപ്പോൾ വെക്കേഷനിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുടുംബങ്ങൾ ആലോചിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. 27-ാം തീയതി ഇനി താമസിക്കുകയാണ്, ഇവിടെ കൂടി ജീവിച്ച് മുന്നോട്ട് പോവുക. സ്വപ്നത്തിൽ പോലും എനിക്ക് ഇതുപോലത്തെ ഇവിടെ കഴിയില്ല. അത് കഴിഞ്ഞ ഞാൻ ഔട്ടായി പോകും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. ഉദ്ഘാടന ദിവസം വലിയ രീതിയിലുള്ള തിരക്കും ഗതാഗതക്കുരുക്കും പ്രദേശത്തുണ്ടായതുകൊണ്ട് 27-ന് സ്വകാര്യ ചടങ്ങെന്ന നിലയിൽ നടത്താനാണ് വീട്ടുകാരുടെ തീരുമാനം. പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും പദ്ധതി പ്രദേശത്തേക്ക് വരേണ്ടതില്ലെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സമാനതകളില്ലാത്ത മുണ്ടക്കൈ ചുഴൽമല ദുരന്തത്തെ അതിജീവിച്ചവർ 27-ന് ഈ വീടുകളിൽ താമസം തുടങ്ങുകയാണ്. ഇനിയുള്ള കാലം അവരുടെ സങ്കടങ്ങൾ എല്ലാം ഒരുമിച്ച് പങ്കുവെക്കാൻ, ഒരുമിച്ച് വാഴാൻ. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.